എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് പൈൽസിനെ പറ്റിയാണ്. ഇന്ന് ധാരാളം പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് റിയൽ ആയിട്ട് വാസ്തവത്തിൽ എന്താണ് പൈൽസ്, എന്താണ് ഫിഷർ, എന്താണ് ഫിസ്റ്റുല എന്നുള്ളത്. ഇന്നും കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ചികിത്സ കറക്റ്റായിട്ട് ലഭിക്കാതെയും പോകുന്നത്. പലരും പലയിടങ്ങളിൽ ചെന്ന് ചികിത്സ ചെയ്യും. ഒരുപാട് അവരുടെ പൈസയും പോവും, മരുന്നും കഴിക്കും. എന്നാലും അസുഖം മാറാതെ വീണ്ടും മുമ്പോട്ട് പോകും. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്ന അസുഖം വിട്ടുമാറാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രയാസത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈൽസ് ആണോ, ഫിഷർ ആണോ, അതോ ഫിസ്റ്റുല ആണോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, അതിൻ്റെ ചികിത്സയ്ക്ക് പോകാവുള്ളൂ. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം തെറോ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ മാത്രമാണ്. ആ എക്സാമിനേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പൈൽസ് ആണോ, ഫിഷർ ആണോ, ഫിസ്റ്റുല ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാം എന്താണ് പൈൽസ്. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, പ്രധാനമായിട്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മലം മുറുകുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് മലം മുറുകി കഴിയുമ്പോൾ നമ്മൾ മോഷന് പോകാനായിട്ട് നമ്മൾ എക്സ്ട്രാ പ്രഷർ കൊടുക്കും. ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽസ് എക്സ്പാൻഡ് ആയി വീക്കം വരുന്ന അവസ്ഥയാണ്, എന്നിട്ട് അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ അത് വീങ്ങി വരുന്ന അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പം ഇങ്ങനെ വന്ന് ബ്ലഡ് വെസൽസ് വീക്കം വന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് പൈൽസ്. ഇത് രണ്ട് രീതിയിൽ വരാം. പുറമേ ബൾജ് ചെയ്യാം, അതേപോലെ ഉള്ളിൽ, അതാണ് ഇന്റേണൽ ഹെമറോയിഡ്സ് എന്നും അതേപോലെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്നുള്ള രീതിയിൽ പല രീതിയിൽ പലർക്ക് സംഭവിക്കാം. അപ്പം ഇത് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കൺഫേം ചെയ്യണം. അപ്പം ഇതാണ് പൈൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കോൺസ്റ്റിപ്പേഷൻ വന്ന് ആ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സ്റ്റൂള് പുറത്തേക്ക് പാസ് ചെയ്യുമ്പം ആ നമ്മുടെ ആ ഇന്നർ ലെയേഴ്സിൽ ക്രാക്ക്, അതായത് ബ്ലേഡ് കൊണ്ട് മുറിയുന്ന പോലെയുള്ള മുറിവുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ ക്രാക്സ് വരുന്ന ആ മുറിവുണ്ടായിട്ട് ബ്ലഡ് വരുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നതും എന്തുണ്ടാവും, മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. അതുപോലെ ഒരു മുറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, വീക്കം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചൊറിച്ചിൽ, വേദന, ഇറിറ്റേഷൻ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഇതും പൈൽസിന്റെ ഏകദേശം സിമിലർ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നത് തന്നെയാണ് ഫിഷർ എന്ന് പറയുന്നത്. പക്ഷേ ഫിഷർ എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ അവിടെ ഒരു മുറിവുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ മുറിവിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന കാര്യമാണ്. പക്ഷേ ചിലർക്ക് എന്ത് പറ്റും, ദിവസേന മലം പാസ് ചെയ്യുമ്പോൾ, സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ ഈ മുറിവ് വീണ്ടും ഫ്രഷ് വൂണ്ടായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ആ മുറിവ് ഉണങ്ങാതെ ഡിലേ ആകും. അങ്ങനെ ഡിലേ ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കോംപ്ലിക്കേഷനും ആണ് ചിലർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം ആളുകൾ പറയുന്നത് ബ്ലഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൊറിച്ചിലും വേദനയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പറയും എനിക്ക് പൈൽസ് ആണെന്ന് പറയും. വാസ്തവത്തിൽ അത് പൈൽസ് അല്ല, ഫിഷറാണ്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ ചികിത്സിക്കാനായിട്ട്. ഇനി അടുത്ത ഒരു പ്രശ്നമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുലേനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമേ അല്ല ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഫിസ്റ്റുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് നമ്മുടെ ഏനസിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു അൾസർ രൂപപ്പെടുകയാണെന്നിരിക്കട്ടെ. പല കാരണങ്ങൾ കൊണ്ട് മുറിവുണ്ടാകാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ വായിൽ മൗത്ത് അൾസർ ഉണ്ടാവും. മൗത്ത് അൾസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവ് പൊട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു കുഴി പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്ത് ഒരു കുഴി പോലെ രൂപപ്പെടുകയും ആ കുഴിയിലേക്ക് എന്ത് ചെയ്യും, ദിവസേന സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ ഈ പ്രഷർ മുഖാന്തരം എന്ത് ചെയ്യും, ഒരല്പം സ്റ്റൂളിൻ്റെ കണ്ടന്റ് ഈ അൾസറിൻ്റെ ഉള്ളിലോട്ട് കയറി ഇരിക്കും.
പിറ്റേ ദിവസവും എന്ത് ചെയ്യും? സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ അല്പം മലം ഈ വൂണ്ടിലേക്ക്, അൾസറിലേക്ക് കേറും. ഇങ്ങനെ ദിവസേന സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ ഈ സ്റ്റൂളിന്റെ പാർട്ടിക്കിൾസ് അംശം ഈ വൂണ്ടിലേക്ക് കയറി കയറി ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റൂളിന്റെ അംശം, മലത്തിന്റെ അംശം ഈ വൂണ്ടിൽ കയറി ഇരിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? സെപ്റ്റിക് ആവും, ഇൻഫെക്റ്റഡ് ആവും. അത് വീണ്ടും എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് പസ് ഫോം ചെയ്യും. വീണ്ടും അതിന്റെ ഈ വ്യാപ്തി ഉള്ളിലോട്ട് ഡീപ്പാവും. ഇങ്ങനെ ദിവസേന എന്ത് പറ്റും? ഇത് സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് അല്പം അല്പം ഉള്ളിലോട്ട് പുഷ് ചെയ്ത് നമ്മുടെ ഡീപ്പായിട്ടുള്ള മാംസം ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇത് തള്ളി തള്ളി വന്ന് നമ്മുടെ മലദ്വാരത്തിന്റെ ഒരു ഇഞ്ച് അപ്പുറത്തേക്ക് വന്ന് ഏത് ഏരിയയിലോട്ട് വേണമെങ്കിലും അത് വരാം. അങ്ങനെ വന്ന് നമ്മുടെ സ്കിന്നിന്റെ ഭാഗത്ത് വന്ന് ടച്ച് ചെയ്ത് നിൽക്കും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് മലത്തിന്റെ അംശം ഇരിക്കുവാണ്. അത് നമുക്ക് എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല, തന്നെ പോവത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കുക, അമിതമായിട്ട് വിയർക്കുക, ഓവറായിട്ട് ട്രാവൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഇൻഫെക്റ്റഡ് ആവും. അപ്പം നമുക്ക് സിവിയർ വേദനയും പ്രശ്നങ്ങളും ഡിസ്ചാർജ് ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. നമുക്ക് പറയാനൊക്കത്തില്ല എപ്പോഴാണ് ഈ ഫിസ്റ്റുലയുടെ ഡിസ്ചാർജ് വരുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ വെറ്റാവുകയും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ട് അവർ വളരെ പ്രയാസത്തിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ മരുന്ന് കൊണ്ട് നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനുള്ളിലുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽ മുഴുവൻ റിമൂവ് ചെയ്ത് ആ ഹോൾ അല്ലെങ്കിൽ ഒരു റൂട്ട് പോലെ, ഒരു വേര് പോലെ പോയിരിക്കുന്ന അതിനെ മുഴുവൻ ക്ലീൻ ചെയ്ത് അവിടുത്തെ ആ റൂട്ടെല്ലാം ഹീൽ ചെയ്ത് അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ, മരുന്ന് കൊണ്ട് തൽക്കാലത്തേക്ക് ആ ഇൻഫെക്ഷൻ എല്ലാം കുറയുമ്പോൾ ഒരു റിലീഫ് കിട്ടും. പക്ഷെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യും? അത് വീണ്ടും തിരികെ വരും. അതുകൊണ്ടാണ് ഫിസ്റ്റുല നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മരുന്ന് കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു രോഗമല്ല ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിലാണ് ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ. ഹെമറോയിഡ്സ് ആണെങ്കിലും ഫിഷർ ആണെങ്കിലും ഫിസ്റ്റുല ആണെങ്കിലും ഇതിനെ നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ചികിത്സയിലേക്ക് കടക്കാനായിട്ട്. ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെന്റ്. ഫിഷർ ആണെങ്കിൽ നമ്മൾ തൽക്കാലം സിമ്പിളാണ്. ഒരു സ്വിസ് ബാത്ത് ഡെയിലി എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ശോധന സ്മൂത്ത് ആക്കുക. അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിന് മെഡിസിൻ്റെ സപ്പോർട്ട് ആവശ്യമെങ്കിൽ മെഡിസിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരു 1 വീക്കെങ്കിലും നമ്മൾ ശോധന സ്മൂത്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് ഹീലാവും. മുറിവ് ഹീലായി കഴിയുമ്പോൾ നമ്മുടെ ഫിഷർ എന്ന് പറയുന്ന പ്രശ്നം സോൾവ് ആവും. ഇനി അതല്ല, അത് ഡീപ്പായിട്ടുള്ള ഫിഷറോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനും കാര്യങ്ങളും ചെയ്ത് നമുക്ക് ഫിഷർ മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ ഇനി അടുത്ത പൈൽസോ അല്ലെങ്കിൽ ഫിസ്റ്റുല ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? അതിന് അലോപ്പതിയിലാണെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. ആയുർവേദത്തിൽ നമുക്ക് വളരെ ഭംഗിയായ നിലയിൽ ക്ഷാരസൂത്രം എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ട്, ക്ഷാരകർമ്മ എന്ന് പറയുന്ന പ്രൊസീജിയർ ഒക്കെ ധാരാളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള ക്ഷാരകർമ്മ പ്രൊസീജിയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇന്ന് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചെയ്ത് ആ പൈൽസ് ആണെങ്കിലും ഫിസ്റ്റുല ആണെങ്കിലും അതിനെ നമുക്ക് ആ പ്രൊസീജിയറിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു ബൾജായിട്ടോ അല്ലെങ്കിൽ പൈൽസിൽ ബൾജായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ക്ഷാരകർമ്മ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അതേപോലെ ഫിസ്റ്റുല ആണെങ്കിലും അത് മുഴുവൻ ക്ഷാരകർമ്മ ചെയ്ത് അതിൻ്റെ പ്രൊസീജിയർ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്ത് അതിൻ്റെ മുറിവെല്ലാം ഹീലാക്കി എടുത്തെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്ത സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്ന സംശയമാണ് ഇതിൻ്റെ റിക്കറൻറ്റ് ചാൻസ്. റിക്കറൻറ്റ് ചാൻസ് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ MRI എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് ഒന്നിൽ കൂടുതലുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അത് MRI എടുത്ത് നോക്കി അവിടെ ഏതൊക്കെ ഏരിയയിൽ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് വിശദമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല,
നമ്മുടെ മലദ്വാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മർമ്മപ്രധാന സ്ഥലമാണ്. ഈ സ്ഥലത്ത് വരുന്ന രോഗങ്ങൾക്കെല്ലാം പൊതുവെ റിക്കറൻറ്റ് ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മലം ഹാർഡ് ആവുന്നതാണ്. ഡീഹൈഡ്രേഷൻ, ബോഡിയിൽ ഡീഹൈഡ്രേറ്റ് ആവുന്നതാ. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റിച്ച് ഫൈബർ കണ്ടന്റ് ഉള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. പിന്നെ ഇതെന്തെല്ലാം ചെയ്താലും ചിലർക്ക് എന്ത് പറ്റിയേക്കാം? ശോധന പ്രോബ്ലം കറക്റ്റ് ആകാതെ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പ്രോബയോട്ടിക് ആയിട്ടുള്ള മോര്, തൈര് ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യുക. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ വാട്ടർ എനിമ യൂസ് ചെയ്യാവുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് എനിമ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ അതിനെ നമ്മുടെ ഡീഹൈഡ്രേഷൻ വരാതെ മോഷനെ സ്മൂത്ത് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമുക്ക് പൈൽസിനെയും ഫിഷറിനെയും ഫിസ്റ്റുലയിനെയും വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വിഷയത്തെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.